നമസ്കാരം. ശ്രീമദ് വാൽമീകി രാമായണം ധ്യാന ശ്ലോകങ്ങൾ. കുജനം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യാകാന്ഡം സപ്തഷഷ്ടിതമ സർഗഃ. 67-ാം സർഗം. 67-ാം സർഗത്തിലെ 1 തുടങ്ങി 16 വരെയുള്ള ശ്ലോകങ്ങൾ ചൊല്ലാം. ഒന്നാമത്തെ ശ്ലോകം. ആക്രന്ദിത നിരാനന്ദ സഹസ്രകണ്ഠജനാവില അയോധ്യായാമവതത സാ വ്യതീതായ ശർവരീ. വ്യതീതായാം തു ശർവർയാം ആദിത്യസോദയേ തതഃ സമേത്യ രാജകർത്താര സഭാമീയുർദിജാതയഃ. മാർക്കണ്ഡേയോധമൗദ്ഗല്യോ വാമദേവച്ഛ കശ്യപഃ കാത്യായനോ ഗൗതമച്ഛ ജാബാലിച്ഛ മഹായശാഃ. ഏതേ ദ്വിജാ സഹാമാത്യൈ പൃഥ്വഗ്വാചമുദീരയൻ വസിഷ്ഠമേവാഭിമുഖ ശ്രേഷ്ഠം രാജപുരോഹിതം. അതീതാ ശർവരീ ദുഃഖം യാനോ വർഷശതോപമ അസ്മിൻ പഞ്ചത്വമാവന്നേ പുത്രശോകേന പാർത്ഥിവേ. സ്വർഗസ്ഥച്ഛ മഹാരാജോ രാമച്ഛാരണ്യമാശ്രിതഃ ലക്ഷ്മണച്ഛാപി തേജസ്വി രാമേണൈവ ഗതഃ സഹ. ഉഭൗ ഭരതശത്രുഘ്നൗ കേകേയേഷു പരം തപൗ പുരേ രാജഗൃഹേ രമ്യേ മാതാമഹനിവേശനേ. ഇക്ഷ്വാകൂണാമിഹാദ്യൈവ കച്ചിദ് രാജാ വിധീയതാം അരാജകം ഹിനോ രാഷ്ട്രം വിനാശം സവമാപ്നുയാത്. നാരാജകേ ജനപദേ വിദ്യുന്മാലീ മഹാസ്വനഃ അഭിവർഷന്തി പർജന്യോ മഹിം ദിവ്യേന വാരിണാം. നാരാജകേ ജനപദേ ബീജമുഷ്ടിപ്രകീര്യത്തെ നാരാജകേ പിതുപുത്രോ ഭാര്യാവാ വർത്തതേ വശേ. അരാജകേ ധനം നാസ്തി നാസ്തി ഭാര്യാപ്യരാജകേ ഇദമത്യാഹിതം ജാന്യത് കൃതസത്യമരാജകേ. നാരാജകേ ജനപദേ കാരയന്തി സഭാം നരാഃ ഉദ്യാനാനി ച രമ്യാണി ഹൃഷ്ടാ പുണ്യഗ്രഹാണി ച. നാരാജകേ ജനപദേ യജ്ഞശീലാ ദ്വിജാതയഃ സത്രാണ്യൻ സമ്പദേദാന്ത ബ്രഹ്മണാ സംസൃതവ്രതാഃ. നാരാജകേ ജനപദേ മഹായജ്ഞേഷു യജ്വനഃ ബ്രഹ്മണാ വസു സമ്പൂർണ വിസൃജന്ത്യാപ്തദക്ഷിണാഃ.
നാരാജകേ ജനപദേ പ്രഹൃഷ്ടനടനർത്തകാഃ ഉത്സവാച്ഛ സമാജാച്ഛ വർദ്ധന്തേ രാഷ്ട്രവർദ്ധനാഃ. നാരാജകേ ജനപദേ സിദ്ധാർത്ഥാവ്യവഹാരിണഃ കഥാഭിരഭിചര്യന്തേ കഥാശീല കഥാപ്രിയൈഃ. 67 സർഗത്തിലെ 1 തുടങ്ങി 16 വരെയുള്ള ശ്ലോകങ്ങളാണ് ചൊല്ലിയത്. ഇനി 1-ാമത്തെ ശ്ലോകം തുടങ്ങി ചൊല്ലി ഏകദേശമായ അർത്ഥം പറയാം. 67 സർഗത്തിലെ 1-ാമത്തെ ശ്ലോകം. ആക്രന്ദിത നിരാനന്ദ സഹസ്രകണ്ഠജനാവില അയോധ്യായാമവതത സാ വ്യതീതായ ശർവരീ. അയോധ്യയിൽ ആ രാത്രി അതിദീർഘമായി അനുഭവപ്പെട്ടു. ആനന്ദമറ്റ് രോദനം ചെയ്യുന്നവരും കണ്ണീർ കൊണ്ട് ഇടറിയ കണ്ഠത്തോടെയുള്ളവരുമായ ജനങ്ങളായിരുന്നു അയോധ്യയിലെമ്പാടും. ശ്ലോകം 2. വ്യതീതായാം തു ശർവര്യാം ആദിത്യസ്യോദയേ തതഃ സമേത്യ രാജകർത്താര സഭാമേയുർദ്വിജാതയഃ. ശ്ലോകം 2ൻ്റെ അർത്ഥം. രാത്രി പുലർന്നപ്പോൾ ഉദയകാലത്ത് തന്നെ രാജ്യഭരണ ചുമതലയുള്ളവരും ബ്രാഹ്മണരും സഭയിൽ എത്തിച്ചേർന്നു. 3-4 ശ്ലോകങ്ങൾ. മാർക്കണ്ഡേയോധമൗദ്ഗല്യോ വാമദേവച്ഛ കശ്യപഃ കാത്യായനോ ഗൗതമച്ഛ ജാബാലിച്ഛ മഹായശാഃ. ഏതേ ദ്വിജാ സഹാമാത്യൈ പൃഥഗ്വാചമുദീരയൻ വസിഷ്ഠമേവാഭിമുഖ ശ്രേഷ്ഠം രാജപുരോഹിതം. 3-4 ശ്ലോകങ്ങളുടെ അർത്ഥം. മാർക്കണ്ഡേയൻ, മൗദ്ഗല്യൻ, വാമദേവൻ, കശ്യപൻ, കാത്യായനൻ, ഗൗതമൻ, പുകൾപെറ്റ ജാബാലി എന്നീ ബ്രാഹ്മണർ ഓരോരുത്തരും അമാത്യരും ശ്രേഷ്ഠനും രാജപുരോഹിതനുമായ വസിഷ്ഠനെ തന്നെ നോക്കി പറഞ്ഞു. ശ്ലോകം 5. അധീതാ ശർവരീ ദുഃഖം യാനോ വർഷശതോപമ അസ്മിൻ പഞ്ചത്വമാവന്നെ പുത്രശോകേന പാർത്ഥിവേ. ശ്ലോകം 5ൻ്റെ അർത്ഥം. നമ്മുടെ രാജാവ് പുത്രശോകാർത്തനായി മൃതനായതിനു ശേഷം ഒരു രാത്രി 100 കൊല്ലം പോലെ നീണ്ടതായി തോന്നി. ശ്ലോകം 6. സ്വർഗസ്ഥച്ഛ മഹാരാജോ രാമച്ഛാരണ്യമാശ്രിതഃ ലക്ഷ്മണച്ഛാപി തേജസ്വി രാമേണൈവ ഗതഃ സഹ. ശ്ലോകം 6ൻ്റെ അർത്ഥം. മഹാരാജാവ് സ്വർഗസ്ഥനായി, രാമനാണെങ്കിൽ കാട്ടിലേക്കും പോയി, തേജസ്വിയായ ലക്ഷ്മണനും രാമനോടുകൂടി പോയിരിക്കുന്നു. ശ്ലോകം 7. ഉഭൗ ഭരതശത്രുഘ്നൗ കേകേയേഷു പരം തപൗ പുരേ രാജഗ്രഹേ രമ്യേ മാതാമഹനിവേശനേ. ശത്രുഞ്ജയന്മാരായ ഭരത ശത്രുഘ്നന്മാർ കേകേയത്തിലെ രമ്യനഗരിയിൽ മാതാഗേഹത്തിലുമാണ്. ശ്ലോകം 8. ഇക്ഷ്വാകൂണാമിഹാദ്യൈവ കച്ഛിദ്രാജാ വിധീയതാം അരാജകം ഹിനോ രാഷ്ട്രം വിനാശം സമവാപ്നുയാത്. ശ്ലോകം 8ൻ്റെ അർത്ഥം. ഇപ്പോൾ തന്നെ ഇക്ഷ്വാകികളിൽ ഒരുവനെ രാജാവായി വാഴിക്കണം. നമ്മുടെ രാജ്യം അരാജകമായി വിനാശം പ്രാപിക്കാനിടയായി കൂടാ. ശ്ലോകം 9. നാരാജകേ ജനപദേ വിദ്യുന്മാലീ മഹസ്വനഃ അഭിവർഷന്തി പർജന്യോ മഹിം ദിവ്യേന വാരിണാം. 9-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. രാജാവില്ലാത്ത നാട്ടിൽ പർജന്യൻ മിന്നലോടൊപ്പം ഇടിവെട്ടിക്കൊണ്ട് ദിവ്യജലം ഭൂമിയിൽ വർഷിക്കുകയില്ല. ശ്ലോകം 10. നാരാജകേ ജനപദേ ബീജമുഷ്ടിപ്രകീര്യതേ നാരാജകേ പിതുപുത്രോ ഭാര്യാവാ വർത്തതേ വശേ. ശ്ലോകം
10 അർത്ഥം രാജാവില്ലാത്ത നാട്ടിൽ ഒരു പിടി വിത്ത് പോലും വിതയ്ക്കുകയില്ല, മുളയ്ക്കുകയുമില്ല. പിതാവിൻ്റെ കീഴിൽ പുത്രനോ ഭാര്യയോ വർത്തിക്കുകയുമില്ല. ശ്ലോകം 11. അരാജകേ ധനം നാസ്തി നാസ്തി ഭാര്യാപ്യരാജകേ ഇദമത്യാഹിതം ചാന്യത് കൃതസത്യമരാജകേ. ശ്ലോകം 11 അർത്ഥം രാജാവില്ലാത്ത നാട്ടിൽ ധനവുമില്ല, അരജനില്ലാത്തതിനാൽ ധർമ്മപത്നിയും ഉണ്ടാവില്ല. ഇതാണ് വേറൊരു അത്യാഹിതം. അരാജകത്വത്തിൽ സത്യം പുലരുന്നുമില്ല. ശ്ലോകം 12. നാരാജകേ ജനപദേ കാരയന്തി സഭാം നരാഹ ഉദ്യാനാനി ച രമ്യാണി ഹൃഷ്ടാ പുണ്യഗ്രഹാണി ച. രാജാവില്ലാത്ത നാട്ടിൽ ആളുകൾ സഭാമണ്ഡപം ഉണ്ടാക്കില്ല, മനോഹരമായ ഉദ്യാനങ്ങളോ പുണ്യഗ്രഹങ്ങളോ നിർമ്മിക്കുകയുമില്ല. ശ്ലോകം 13. നാരാജകേ ജനപദേ യജ്ഞശീലദ്വിജാതയഃ സത്രണ്യാന്വാസദേദാന്ത ബ്രഹ്മണാ സംസൃതവ്രതാഃ. ആ ശ്ലോകം ഒന്നുകൂടി വായിക്കാം. നാരാജകേ ജനപദേ യജ്ഞശീലദ്വിജാതയഃ സ്ത്രാണ്യന്വാസദേദാന്ത ബ്രഹ്മണാ സംസൃതവ്രതാഃ. ശ്ലോകം 13 അർത്ഥം രാജാവില്ലാത്ത നാട്ടിൽ യജ്ഞശീലരും വ്രതാനുഷ്ഠാനങ്ങൾ പാലിക്കുന്നവരുമായ ഇന്ദ്രിയ നിഗ്രഹം സാധിച്ച ബ്രാഹ്മണർ സത്രങ്ങൾ നടത്തുകയില്ല. ശ്ലോകം 14. നാരാജകേ ജനപദേ മഹായജ്ഞേഷു യജ്വനഃ ബ്രാഹ്മണാ വസുസമ്പൂർണ വിസൃജ്യന്ത്യാപ്തദക്ഷിണാഃ. ശ്ലോകം 14 അർത്ഥം രാജാവില്ലാത്ത നാട്ടിൽ ധനികരായ ബ്രാഹ്മണർ യാഗകൃത്തുക്കൾക്ക് തക്ക ദക്ഷിണകൾ നൽകുകയില്ല. ശ്ലോകം 15. നാരാജകേ ജനപദേ പ്രഹൃഷ്ടനടനർത്തകാഃ ഉത്സവാച്ഛ സമാജാച്ഛ വർദ്ധന്തേ രാഷ്ട്രവർദ്ധനാഃ. ശ്ലോകം 15 അർത്ഥം രാജാവില്ലാത്ത നാട്ടിൽ രാഷ്ട്രത്തിന് അഭിവൃദ്ധി ഉണ്ടാകത്തക്കവണ്ണം ആട്ടക്കാരും കൂത്തുകാരും സമാജങ്ങളും ഉത്സവങ്ങളും നടത്തുകയില്ല. ശ്ലോകം 16. നാരാജകേ ജനപദേ സിദ്ധാർത്ഥാ വ്യവഹാരിണഃ കഥാഭിരഭിരജ്യന്തേ കഥാശീലാ കഥാപ്രിയൈഃ. ശ്ലോകം 16 അർത്ഥം രാജാവില്ലാത്ത നാട്ടിൽ വ്യവഹാരികൾക്ക് നീതി കിട്ടുന്നില്ല, കഥാപ്രിയരായ ആളുകൾ കഥാകഥനം ചെയ്യുന്നവർ പറയുന്ന കഥകൾ കേട്ട് രമിക്കുന്നുമില്ല. ചുരുക്കത്തിൽ രാജാവില്ലാത്ത രാജ്യം അനാഥവും